എന്താ സംഭവം എന്ന് വെച്ചാൽ ഞാൻ എപ്പോഴും ഇരുന്ന് ഒറ്റയ്ക്ക് ഇരുന്ന് ഇങ്ങനെ ആലോചിക്കും, എനിക്ക് ഇത്രയും വയസ്സായില്ലേ, ഇത്രയും പ്രായം കൂടിയില്ലേട്ടാ, ഞാൻ അങ്ങനെ പറയാം. 25 വയസ്സായില്ലേ? 25 വയസ്സിൽ കൂടുതലുണ്ട് കേട്ടോ. 28? അതൊന്നും ഞാൻ പറയത്തില്ല, അതൊക്കെ വേണമെങ്കിൽ ചേട്ടാ ഞാൻ വേണമെങ്കിൽ പോവാന്നെന്ന് പറഞ്ഞേക്കാം. എന്നാൽ കല്യാണ പ്രായം ഒക്കെ ആയി. അപ്പൊ ഞാൻ ഇങ്ങനെ ചിന്തിക്കാറുണ്ടേ, എന്ന് പറഞ്ഞാൽ നമ്മുടെ ലൈഫിൽ വേണ്ട ഒരു കാര്യം തന്നെയാണ് കല്യാണം എന്നുള്ളത്. നമുക്കൊരു ഇണ വേണമല്ലോ, ചിന്തിച്ച കാര്യം അതാണ് ഇപ്പൊ പറയുന്നത്. അപ്പൊ ഞാൻ ഇങ്ങനെ ആലോചിക്കാറുണ്ട്, ഞാനിപ്പോ ഈ ഒരു ഫീൽഡിൽ നിൽക്കുമ്പോൾ എന്റെ ഏറ്റവും വലിയ ആഗ്രഹവും ഞാൻ സ്വപ്നം കാണുന്നതൊക്കെ എന്ന് പറഞ്ഞാൽ അഭിനയിക്കുക, സിനിമ ചെയ്യുക, നാളെ സ്റ്റാർ മാജിക്കിൽ ഇങ്ങനെ പെർഫോമൻസ് ചെയ്യണം, അത് ഇത് ഇങ്ങനെ ഇനാഘോഷം, ആ വർക്കിന്റെ കാര്യമാണ് ഫുള്ള് ഞാൻ ഇങ്ങനെ ചിന്തിക്കുന്നത്. കല്യാണത്തെ പറ്റി ഞാൻ ചിന്തിക്കുന്നില്ല കുറച്ച് നാളായിട്ട്, കുറെ വർഷമായിട്ട്. അപ്പൊ അമ്മയൊക്കെ പറയുമ്പോൾ പോകാൻ വേണ്ടിയിട്ട്, അപ്പൊ ഞാൻ ഈ ഒരു സ്വപ്ന ലോകത്ത് നിൽക്കുവാണല്ലോ ഇതൊക്കെ കണ്ടിട്ടൊക്കെ. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ കല്യാണത്തിനെ പറ്റി ചിന്തിക്കുന്നില്ല, പ്രണയിക്കുന്നത്. ഇപ്പൊ ഷൂട്ട് ഇപ്പൊ സുരഭി സ്വാസിനി, അതിനകത്ത് എനിക്ക് ഇപ്പൊ കല്യാണം കഴിഞ്ഞൊരു ക്യാരക്ടറാണ്. അപ്പൊ അതിനകത്ത് ഞാൻ അവനെ പ്രണയിക്കുന്നുണ്ട്, അവൻ ഇങ്ങോട്ട് പ്രണയിക്കുന്നുണ്ട്. അപ്പൊ അതാണ് പ്രണയം. ശരിക്കും അത് പ്രണയമല്ല, എന്നാലും അതൊക്കെയാണല്ലേ ലൈഫ് എന്നൊക്കെയാണ് ഞാൻ ചിന്തിക്കുന്നത്. അതുകൊണ്ട് എനിക്ക് ഒറിജിനലായിട്ട് എനിക്ക് പ്രണയിക്കാനും തോന്നുന്നില്ല, കല്യാണം കഴിക്കാനും ആ സമയത്ത് തോന്നുന്നില്ല. നീ പറഞ്ഞു വന്നപ്പോഴേ എനിക്ക് തോന്നിയത്, ഇങ്ങനെ ഇരുന്നിട്ട് അനു പറയാൻ വന്നത് അതാണ് ചേട്ടാ. ഞാൻ ആലോചിച്ചു, എന്നെ ആർക്കും ഇഷ്ടപ്പെടുന്നില്ല, എന്നെ ആരും പ്രപ്പോസ് ചെയ്തതല്ല. അങ്ങനെയല്ല, ഞാൻ ചില സമയത്ത് ഇങ്ങനെ ആലോചിക്കാറുണ്ട്, ഞാൻ കാണാനൊക്കെ അത്യാവശ്യം സുന്ദരിയാണ്. അല്ല അത്യാവശ്യം ഇല്ലില്ല, വളരെ ഭയങ്കര സുന്ദരി എന്ന് ഞാൻ പറയത്തില്ല, അത്യാവശ്യം കുഴപ്പമില്ല. ഒരാൾ നോക്കി അയ്യെന്ന് പറയത്തില്ല, അയ്യെന്ന് പറയത്തില്ല, അയ്യെന്ന് പറയത്തില്ല. പക്ഷെ കുഴപ്പമില്ലാത്തൊരു പെൺകുട്ടിയാണ്. പിന്നെ എല്ലാവർക്കും എൻ്റെ ക്യാരക്ടർ നന്നായിട്ട് അറിയാം. അപ്പൊ ഞാൻ ഇങ്ങനെ ആലോചിച്ചു, അല്ല ഞാൻ പെട്ടെന്ന് ചിന്തിച്ചത് ഇനി സ്റ്റാർ മാജിക്കിലെ ക്യാരക്ടറാണ് അത് ശരിക്കാണെന്ന് ചിലർ നോക്കുന്നല്ല ആണ്. പക്ഷെ സ്റ്റാർ മാജിക്കിന്റെ ഫ്ലോർ കയറുമ്പോൾ ഞാൻ ശരിക്കും കുഞ്ഞായിപ്പോ. മെച്ചൂരിറ്റി കൊണ്ടുവരാൻ ശ്രമിക്കുമല്ലേ? ശ്രമിക്കുക. വന്നോ മെച്ചൂരിറ്റി? വന്നോ? ഇടയ്ക്കൊക്കെ വരാറുണ്ട് ചില സമയങ്ങളിൽ. പക്ഷെ ആ മെച്ചൂരിറ്റിയിലും അനു ചെയ്യുന്ന കാര്യങ്ങൾ സീരിയസ്ലി പറയുകയാണ്. അനു ഇന്ന് രാവിലെ 6 മണിക്കാണ് ഫ്ലവേഴ്സിന്റെ ഫ്ലോറിൽ നിന്ന് ഫ്ലവേഴ്സിന്റെ ഫ്ലോറിൽ നിന്നല്ല, സ്റ്റാർവേന്റെ ഷൂട്ട് കഴിഞ്ഞ് റൂമിലെത്തിയപ്പോൾ 1 മണിയായി. അവിടെ നിന്ന് കുളിച്ച് ഫ്രഷ് ആയി ഞാൻ അപ്പൊ തന്നെ 2:30 തിരിച്ചു. ഇവിടുന്ന് 6:30 2:30 3:30 ആയപ്പോ തിരിച്ചു. അപ്പൊ ഇവിടെ എത്തിയപ്പോ 5:30 6 മണിയൊക്കെ വരാനുള്ള ഒരു കഴിവ് തീർച്ചയായിട്ടും ഇപ്പൊ മാനേജർമാരെ വെച്ചിട്ടാണ് ഓരോരുത്തർ നോക്കുന്നത്. അനു എല്ലാം എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യുന്നത് എല്ലാം കൂടെ? അതെനിക്ക് അറിയത്തില്ല, എനിക്ക് ഇഷ്ടമാണ്. പണ്ട് തൊട്ടേ എനിക്ക് ഡിപ്പെൻഡ് ചെയ്യാൻ പാടില്ല. എത്ര നാൾ നമ്മൾ ഒരാളെ ഡിപ്പെൻഡ് ചെയ്ത് ഇണ വേണം, അത് പിന്നെയുള്ള കാര്യല്ലേ. ആ ഇണ നാളെ കഴിഞ്ഞ് നമ്മളെ കളഞ്ഞിട്ട് പോയാൽ എന്ത് ചെയ്യും? അത് ഞാൻ പറയുന്നത് ഓരോ ലൈഫിൽ അങ്ങനെ നടക്കുന്നുണ്ട്. അതുകൊണ്ടാണ് എനിക്ക് കല്യാണം കഴിക്കാൻ പേടി കേട്ടോ. ശരിക്കും പറഞ്ഞ കല്യാണം കഴിക്കാൻ പേടി എന്ന് പറഞ്ഞാൽ, എൻ്റെ അച്ഛനും അമ്മയും പ്രണയിച്ചതൊന്നുമല്ല കല്യാണം കഴിച്ചത്. പക്ഷെ അച്ഛനും അമ്മയും ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ട് പോയി ചോദിച്ചതാണ്. അത് കഴിഞ്ഞിട്ടാണ് അവർ പ്രണയിക്കുന്നത്. അപ്പൊ എൻ്റെ അച്ഛൻ അമ്മയെ നന്നായിട്ട് നോക്കുന്നുണ്ട്. അപ്പോൾ അതുപോലെ എന്നെ നന്നായിട്ട് നോക്കണം ലൈഫിലോ, എൻ്റെ ലൈഫിലോ എന്നെ നന്നായിട്ട് നോക്കണം. പിന്നെ എന്നെ ഇട്ടിട്ട് പോകാൻ പാടില്ല, ഈ ഡിവോഴ്സ് അതും ഇതൊന്നും വേണ്ട. പുള്ളി ക്വാളിറ്റിയാണ്. ക്വാളിറ്റി എന്ന് പറഞ്ഞാലും ഞാൻ പറഞ്ഞില്ലേ, ഭംഗി എനിക്ക് പ്രശ്നമേ അല്ല. എന്ന് പറഞ്ഞാൽ ഒരാൾ കണ്ട ഇങ്ങനെ പറയാൻ പാടില്ല, ഇങ്ങനെയുള്ള ആരും ഇല്ല ശരിക്കും പറഞ്ഞ നമ്മുടെ ലോകത്ത്. എല്ലാവരും നല്ല ഭംഗി, പ്രത്യേകിച്ച് പെൺകുട്ടികളെക്കാളും ഭംഗിയുള്ളത് പുരുഷന്മാർക്കാണ്. അപ്പൊ ഞാൻ ഉറപ്പുള്ളതാണ്. കാരണം എന്താ എനിക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ട്. ആ ചേട്ടൻ ഭംഗിയുണ്ട്, പിന്നെ നല്ല കാണാൻ സുന്ദരനാ. എന്താ വെച്ചാൽ നമ്മളിപ്പം പുരുഷന്മാർ മേക്കപ്പ് ഇടാറില്ല. മേക്കപ്പ് മാത്രമല്ല, എന്ന് വെച്ചാൽ പെൺപിള്ളേർ എപ്പോഴും മേക്കപ്പ് ഇടുന്നില്ല. പെൺകുട്ടികൾ അവർക്ക് ഈ താടിയും മീശ ഉണ്ടെങ്കിലും അത് മീശയൊന്നും ഇല്ലെങ്കിൽ പോലും അവർ ഉറക്കത്തിന് വന്നാലും ഭയങ്കര ഭംഗിയാ കാണാൻ, അല്ലേ? പക്ഷെ പെൺകുട്ടികൾ എന്ന് പറഞ്ഞാൽ ത്രെഡ് ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ ഐബ്രോ ഇങ്ങനെ വാരി വെച്ചതുപോലെ, എന്തോ എടുത്ത് വെച്ചതുപോലെ, ഒരു കണ്ണെഴുതിയില്ലെങ്കിൽ, ഒരു പൊട്ട് വെച്ചില്ലെങ്കിൽ, ഒരു ലിപ്സ്റ്റിക് ഇട്ടില്ലെങ്കിലൊക്കെ ഒരു ഭംഗിക്കുറവ് അവിടെ ഫീൽ ചെയ്യുന്നുണ്ട്. ഉറപ്പായിട്ടും എനിക്ക് ഇങ്ങനെ തോന്നാറുണ്ട്. അപ്പോൾ അതാണ് ഞാൻ പറയുന്നത്, പെൺകുട്ടി ആൺകുട്ടിയുടെ നോക്കുമ്പോൾ എപ്പോഴും ആൺകുട്ടിയാണ് ഭംഗി. അപ്പൊ അതുകൊണ്ട് ഈ ലോകത്ത് എല്ലാവർക്കും ദൈവം ഓരോ ഭംഗികൾ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ ഭംഗിയുടെ കാര്യത്തിൽ എനിക്ക് അതൊരു പ്രശ്നമേ അല്ല. പിന്നെ ഹൈറ്റ് വെയിറ്റ് ഒന്നും പ്രശ്നമില്ല, ഹെൽത്തി ആയിട്ട് ഇരിക്കണം, അത്രേ ഉള്ളൂ. പിന്നെ എന്ന് പറഞ്ഞാൽ ഡ്രിങ്ക്സും ഒക്കെ കഴിക്കാം. സ്മോക്ക് ചെയ്യാൻ ഇഷ്ടമില്ല, ഡ്രിങ്ക്സ് വല്ലപ്പോഴും കഴിക്കാം. പിന്നെ ഈ പറയുന്ന പോലെ സൗന്ദര്യം വേണ്ടെന്നല്ല, അയ്യെന്നല്ല, അതും കുഴപ്പമില്ല. ഭയങ്കര ഇമ്പോർട്ടൻസ് കൊടുക്കുന്നില്ല സൗന്ദര്യത്തിന്. മെയിൻ ആയിട്ട് നോക്കുന്ന സ്വഭാവം. എല്ലാവർക്കും അവരുടെ മനസ്സിൽ സൗന്ദര്യം ഉണ്ട്, അപ്പൊ ആ സൗന്ദര്യത്തിന് വാല്യൂ ഇല്ല. പക്ഷെ
കഴിക്കാം, അതിന് ഡിമാൻഡ് ഇല്ല. പിന്നെ അതുപോലെ തന്നെ കഴിക്കുന്നത് എപ്പോഴും കഴിക്കാം. പിന്നെ വയസ്സും പ്രശ്നമില്ല എന്ന് പറഞ്ഞാൽ എന്നെക്കാളും ഭയങ്കര വയസ്സ് മൂത്തല്ല, ഒരു 5 വയസ്സിന് മൂത്ത ആള് കൂടണ്ട. 5 വയസ്സ് ഉള്ളില്ല, സെയിം ഏജ് ആയാലും പ്രശ്നമില്ല. 30-35 അപ്പൊ 30-35 ആകുമ്പോൾ സെയിം ഏജ് ആയാലും പ്രശ്നമില്ല, സെയിം ഏജ് ആയാലും കുഴപ്പമില്ല. പക്ഷെ അനുവിനെ അപേക്ഷ നോക്കുകയാണെങ്കിൽ നല്ലൊരു പയ്യനെ തന്നെ കിട്ടും. പിന്നെ ബാക്കിയുണ്ട്, നല്ല സ്വഭാവം വേണം, നല്ലൊരു വ്യക്തിയായിരിക്കണം, പിന്നെ എന്നെ നന്നായിട്ട് അറിയാവുന്ന ഒരാളായിരിക്കണം, എന്നെ മനസ്സിലാക്കുന്ന ഒരാളായിരിക്കണം. ഇതൊക്കെ തന്നെ, ഇത് എല്ലാ പെൺകുട്ടികൾക്കും ഉള്ളത് തന്നെയാണ് ഇതൊക്കെ. ഇടയ്ക്കിടെ കാവ്യമാധവന്റെ ഡയലോഗ് വരാറുണ്ടോ? ഇല്ല. ഇങ്ങനെ എപ്പോ വന്നു മനസ്സിലാക്കുന്ന ആളായിരിക്കണം എന്നൊക്കെ ഉള്ള ആ ഡയലോഗ് എന്ന് പറഞ്ഞ കാവ്യമാധവന്റെ ഞാൻ ആദ്യം അത് എന്റെ സൗണ്ട് ഇടയ്ക്കൊക്കെ ഇങ്ങനെ ഞാൻ പറഞ്ഞില്ലേ, രാവിലെ ഉറക്കത്തിൽ നിന്ന് എണീക്കുമ്പോൾ ശരിക്കും കാവ്യമതിന് സൗണ്ട് കയറി വരാറുണ്ട്. മാളു എന്റെ ചേച്ചി എന്നിട്ട് പറയും, ഇത് നീ കാവ്യമതിന് സൗണ്ട് നീ എടുത്തതാണോ? അല്ല, അയ്യോ അങ്ങനെ തോന്നി, അങ്ങനെ വന്നു, അങ്ങനെ വന്നില്ല, അങ്ങനെ സംസാരിച്ചപ്പോ അങ്ങനെ ആയില്ല. ഞാൻ അന്ന് ഇന്റർവ്യൂ എടുത്തപ്പോൾ ഞാൻ അങ്ങനെ പറഞ്ഞായിരുന്നു, അടിപൊളിയായിട്ടുണ്ട് അങ്ങനെയൊക്കെ പറയില്ലേ. ശരിക്കും അങ്ങനെയൊക്കെ വരാം. എന്തോരം ആൾക്കാരാ ഇവിടെ ഇരിക്കുന്നത്, ശരിക്കും ഞാൻ ഞെട്ടിപ്പോയി കേട്ടോ. രാവിലെ എണ്ണിക്കുമ്പോ എനിക്കൊരു കോടി അയച്ചു തരുമോ? എന്തിനാ? കേൾക്കാനോ നോക്കട്ടെ. അതല്ല ഞാൻ ഫസ്റ്റ് ഇന്റർവ്യൂ എടുത്തപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കാവ്യമാധവന്റെ, ഞാനാണ് അന്ന് ആദ്യമായിട്ട് എന്നോട് പറഞ്ഞത്. അന്ന് തടി ഉണ്ടായിരുന്നു. അപ്പൊ അതിനൊക്കെ ഒത്തിരി മാറ്റി മറിച്ചിട്ടാണ് അനു ഇപ്പൊ ഒരുപാട് കഷ്ടപ്പെട്ടു കേട്ടോ. എനിക്ക് മനസ്സിലായത്, അറിയാം. ജിമ്മില് എങ്ങനെയാ റൊട്ടീൻ എങ്ങനെയാണ്? ജിമ്മിൽ പറഞ്ഞാല് ഞാൻ കുറേ ജിമ്മിൽ കയറി ഇറങ്ങിയിട്ടുണ്ട്. പക്ഷെ എനിക്ക് ഞാൻ എന്ന് പറഞ്ഞാല് ഈ ആര്യനാടാണ് ഞാൻ ശരിക്കും പ്രോപ്പർ സ്ഥലം. അപ്പൊ ഇപ്പൊ ആര്യനാടെന്ന് മാറി ഞാൻ ട്രിവാൻഡ്രത്ത് താമസിക്കുന്നുണ്ട്, വീട് ഇവിടെ വെച്ചു. അപ്പോ അതെ 1.5 വർഷമായി അവിടെ താമസം. അപ്പോൾ ട്രിവാൻഡ്രത്ത് വന്നതിന് ശേഷം 2-3 ജിമ്മിൽ മാറി ഞാൻ വർക്കൗട്ട് ചെയ്തു. അപ്പം ഓരോ ജിമ്മിൽ നോക്കുമ്പോൾ ഞാൻ നോക്കും എൻ്റെ വെയിറ്റ് കുറയുന്നുണ്ടോ എങ്ങനെയാണ്. അപ്പം വെയിറ്റ് പെട്ടെന്ന് കുറയാൻ ഞാൻ ശ്രമിക്കത്തില്ല, എങ്ങനെയാണ് ട്രെയിൻ ചെയ്യിപ്പിക്കുന്നതൊക്കെ നോക്കിയിട്ട് എനിക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രമാണ് അവിടെ ജിമ്മിന്റെ പ്രോബ്ലം അല്ലല്ലോ, അല്ല. ചിലപ്പം എന്താ പ്രശ്നം എന്ന് വെച്ചാൽ എനിക്ക് ലിഗമെന്റിന് ചെറിയൊരു പ്രശ്നം വന്നായിരുന്നു ഈ ഇടയ്ക്ക് വെച്ചിട്ട്. അത് എങ്ങനെയൊന്നും എനിക്ക് തന്നെ അറിയില്ല. ഡോക്ടറെ കാണിച്ചു, ഡോക്ടർ ഒന്ന് ഹീൽസ് കൂടുതൽ യൂസ് ചെയ്യുന്നതുകൊണ്ടാണ് വെയിറ്റ് എടുത്തതുള്ളൂ. അപ്പം ഞാൻ പഴയ ജിമ്മിലൊക്കെ പോയി ഞാൻ വെയിറ്റ് എടുത്തുകൊണ്ടാണോ ഞാൻ. പക്ഷേ ശരിക്കും ഇപ്പൊ ലാസ്റ്റ് ഇപ്പൊ ഞാൻ ചെയ്യുന്നത് ഫാസ്നോ എന്ന് പറഞ്ഞൊരു ജിമ്മാണ്. അവിടെ എൻ്റെ ചേട്ടൻ്റെ ജിമ്മാണ്. അവിടുത്തെ ട്രെയിനർ എന്ന് പറഞ്ഞാൽ പുള്ളിക്കാരൻ പറഞ്ഞു തന്നു, ഇത്രയും ജിമ്മിൽ പോയിട്ട് എനിക്ക് ആ കാലിന്റെ പെയിൻ മാറി പറ്റിയിട്ടില്ല. അവരൊക്കെ ശ്രമിച്ചു, ഇപ്പൊ ഇല്ല, ഇപ്പൊ മൊത്തത്തിൽ മാറി. ഹോസ്പിറ്റലിൽ പോലും പോവാണ്ട് എന്റെ ലിഗമെന്റ് പെയിൻ മാറി. ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഈ പുള്ളി മാറ്റി തന്നു. എനിക്ക് ഒരു അത്ഭുതം തോന്നുന്നു ചേട്ടാ എനിക്ക്. കാരണം സ്റ്റെയർ കയറുമ്പോ എന്തോ ഒരു ശബ്ദം, ടിക് ടിക്. പിന്നെ കാലെനിക്കിങ്ങനെ ബസ്സിലല്ലെങ്കിൽ ട്രെയിനിൽ ഇരിക്കൂലേ നമ്മളിങ്ങനെ, അപ്പം എനിക്ക് കാലിന് നീളം കുറവായതുകൊണ്ട് കാലിങ്ങനെ നിക്കോളൂ, കാല് കുത്തത്തില്ല. ഇങ്ങനെ എന്റെ കാറിലിരിക്കുമ്പോ ഞാൻ ഇതാ തൂക്കി ഇങ്ങനെ ഇട്ടിരിക്കുന്നില്ല, ഇങ്ങനെ എത്തത്തില്ല. സ്റ്റാർ മാജിക്കിന്റെ ഫ്ലോറിൽ ചെയറിലിരിക്കുമ്പോ കാല് എന്റെ കാല് മാത്രം തൂങ്ങി കിടക്കുന്നത്, കാലിനാണ് ഏറ്റവും കൂടുതൽ വെയിറ്റ് പോകുന്നത്. അപ്പോ അങ്ങനെ വരുമ്പോ എനിക്ക് എന്തോ ഒരു പെയിൻ ഇവിടെ ഇത്രയും ഭാഗം, ഇപ്പൊ ഒന്നുമില്ല. എനിക്ക് ആ പുള്ളി മാറ്റി തന്നു, അടിപൊളി.